പ്രാർത്ഥനകൾ എന്തിനാ? അത് ഏത് പ്രാർത്ഥനയും എടുത്തോ, നമസ്കാരമായിക്കോട്ടെ, അമ്പലത്തിലെയോ ചർച്ചിലെയോ പ്രാർത്ഥന ആയിക്കോട്ടെ, എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? മനസ്സിനെ അല്ലേ സമാധാനപ്പെടുത്താനല്ലേ. സമാധാനം എങ്ങനെയാ കിട്ടുക? സമാധാനം കിട്ടണമെങ്കിൽ നമ്മളൊന്ന് അടങ്ങണം, ഇല്ലേ? വേണ്ടേ? പണ്ടുള്ളവരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് പ്രാർത്ഥനയിൽ ഒരുപാട് ആശ്വാസം കിട്ടുമായിരുന്നു. ഇന്ന് കിട്ടാത്തത് എന്താ? ഇന്ന് നമ്മൾ കൈകെട്ടി അപ്പോൾ ക്രെഡിറ്റ് കാർഡ് വരും. കാരണം എന്താണ്? നമ്മളെ അവിടെ ഉള്ളൂ, നമ്മുടെ ആത്മാവും മനസ്സും അവിടെ ഇല്ല. നമ്മളെന്ന് പറയുന്ന ശരീരവും ആത്മാവും മനസ്സുമാണ്. ഈ മൂന്നും കൂടെ ഒരുമിച്ച് നിന്നാലേ നമ്മളാവുള്ളൂ. ഇല്ലെങ്കിൽ ശരീരം എവിടെ നിൽക്കും, മനസ്സ് എവിടെയെങ്കിലും പോകും, ആത്മാവ് എവിടെയും കാണൂല. ശരീരവും മനസ്സും ആത്മാവും ഒരുമിച്ച് നിർത്താൻ ഒരു മാർഗമുണ്ട്, ഒരു എളുപ്പമാർഗം പറഞ്ഞു തരട്ടെ. നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നായാൽ മതി. പലപ്പോഴും പ്രാർത്ഥനയിൽ നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും ഒന്നല്ല, നമ്മൾ പറയുന്നതല്ല നമ്മൾ ചിന്തിക്കുന്നത്, പ്രവൃത്തി വേറെന്തെങ്കിലും ആവും. ലക്ഷ്യബോധമുള്ള പ്രാർത്ഥന വേണം, ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം പ്രാർത്ഥിക്കാൻ പോകും. അല്ലാതെ എല്ലാവരും പോകുന്നല്ലോ അതുകൊണ്ട് ഞാനും പോവാം, ഈ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഉടനെ ഓടരുത്. പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓട്ടാണ്. ഒരു 2 മിനിറ്റ് ഇരിക്കണം, വെറുതെ ഇരിക്കാം, മനസ്സിനൊന്ന് തണുപ്പിക്കണം. അങ്ങനെ ശാന്തമായ മനസ്സുള്ളിടത്തെ നമ്മൾക്ക് സമാധാനം കിട്ടുള്ളൂ.